Hi everyone, this is Ebin Say from Evika. അങ്ങനെ നമ്മുടെ iOS 18.3 ബേറ്റ 2 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 559 MB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 600-700 MB അണ്ടറിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം പുതിയ ബേറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS 18, അതേപോലെ watchOS 11, macOS, tvOS എന്നീ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയർസിനും പുതിയ ബേറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മുടെ iOS 18.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. കുറച്ച് പുതിയ കാര്യങ്ങൾ ആ ഒരു അപ്ഡേഷനിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ അപ്ഡേഷൻ വരുമ്പോൾ തന്നെ കറക്റ്റായ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷനിൽ വന്ന ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.3 22D5040D എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ആ ഒരു ബിൽ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേർമറിൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ഈ ഒരു അപ്ഡേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്ററിലാണ്. നേരെ നമ്മുടെ ഈ ഒരു കാൽക്കുലേറ്റർ ആപ്പ് എടുക്കാം. കാൽക്കുലേറ്റർ ആപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് 95x12 അടിച്ചു. നിങ്ങൾ = ചെയ്തപ്പോഴത്തേക്കും ഒരു ആൻസർ കിട്ടി. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് = അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചേഞ്ച് നമുക്ക് നേരത്തെ ഉണ്ടായ iOS 18 ഡിവൈസിൽ ഉണ്ടായിരുന്നില്ല. നേരെ കാൽക്കുലേറ്റർ എടുക്കാം. നിങ്ങളിപ്പോൾ എടുത്തിട്ട് 23+12 അടിച്ചു. കാൽക്കുലേറ്റ് ചെയ്ത് = 35 വന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ = വെക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ആവുന്നില്ല, പ്ലസ് ആവുന്നില്ല. പക്ഷേ iOS 18.3 വരുമ്പോൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു = വെക്കുമ്പോൾ ഓരോ ഡിജിറ്റ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം വന്ന അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ iOS 18.3 ബേറ്റയിലും BBC എന്ന് പറയുന്ന ന്യൂസ് ചാനൽ പറഞ്ഞായിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ നോട്ടിഫിക്കേഷൻ സമ്മറി കുറച്ചധികം ഇറലവൻ്റ് ആണ്, അതേപോലെ കുറച്ചധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ അത് തിരിച്ച് അക്നോളജ് ചെയ്തിട്ടുണ്ട്. വരുന്ന അപ്ഡേഷനിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി ആപ്പിൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മിക്കവാറും ഒരു iOS 18.2.2 എന്നുള്ള അപ്ഡേഷനോ അല്ലെങ്കിൽ iOS 18.3 ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ നോട്ടിഫിക്കേഷൻ സമ്മറിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ MDM എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ iOS 18.3 ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. മാർഗർമെൻ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു ഓപ്ഷൻ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസിലുള്ള ആൾക്കാർക്കും അതേപോലെ സ്പേസ് ഓർഗനൈസേഷനുമാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. നമുക്ക് സാറ്റലൈറ്റ് ഫെസിലിറ്റി ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനി ഓപ്ഷനാണ് ഈ പറഞ്ഞ MDM എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫീൽഡിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി കിട്ടാനാണ് ഈ ഒരു MDM എന്ന ഓപ്ഷൻ iOS 18.3 ഐഫോണിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി iOS 18.3 ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ബഗ് ഫിക്സസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ജൻമോജിയിൽ ഒരു റിസോൾവ് ഇഷ്യൂ വന്നിട്ടുണ്ട്, ഹെൽത്ത് കിറ്റിൽ ഒരു റിസോൾവ് ഇഷ്യൂ വന്നിട്ടുണ്ട്, അതേപോലെ റൈറ്റിംഗ് ടൂളിലും ഒരു റിസോൾവ് ഇഷ്യൂ വന്നിട്ടുണ്ട്. മൂന്നും ഒരു ബഗ് ഫിക്സ് ആണ്. സോ നിങ്ങൾക്കിവിടെ നോൺ ഇഷ്യൂസ് ആയിട്ട് യാതൊന്നുമില്ല. ഇനി വരുന്ന അപ്ഡേഷനിൽ ഈ പറഞ്ഞ ബഗുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റിസോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ iOS 18.3 മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിയും അതേപോലെ ഇംപ്രൂവ്മെൻറ്റ്സിനുമാണ്. അടുത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ iOS 18.3 എന്നായിരിക്കും ഒഫീഷ്യൽ റിലീസ് വരാൻ പോകുന്നത്. അടുത്ത ബേറ്റ എന്നായിരിക്കും നോക്കി കഴിഞ്ഞാൽ മിക്കവാറും നെക്സ്റ്റ് വീക്കിലായിരിക്കും iOS 18.3 പുതിയ ബേറ്റ വരാനുള്ള ചാൻസ്. അതോടൊപ്പം ഒരു സെക്കൻഡ് ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ഒരു iOS 18.3 RC റിലീസും ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെബിൻ്റെ ഏർലി വീക്കായിട്ട് നമുക്ക് iOS 18.3 ഒരു പുതിയ ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ iOS 18.3 ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങളും iOS 18.3 കുറേയധികം ആസ്പെക്റ്റുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ അപ്ഡേഷൻസ് വരുമ്പോൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാനും അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്തായാലും വേർത്തിട്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Xavier signing from
എവിക്ക.